ബൂത്തിലെത്താൻ ഇനി 9 നാൾ മാത്രം ശേഷിക്കെ പ്രചാരണം ശക്തമാക്കുകയാണ് മുന്നണികൾ. വടക്കൻ കേരളത്തിൽ UDF-നായി ആവേശമുയർത്താൻ രാഹുൽ ഗാന്ധി ഇന്ന് കോഴിക്കോടെത്തും. പേരാമ്പ്ര, ബാലുശ്ശേരി തുടങ്ങിയ മണ്ഡലങ്ങളിലെ പ്രചാരണ പരിപാടിയിൽ പങ്കെടുക്കും. തലസ്ഥാന ജില്ലയിലെ LDF പ്രചാരണത്തിന് ഊർജ്ജം പകരാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് തിരുവനന്തപുരത്തെത്തും. അതേസമയം തന്നെ BJP തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക ഇന്ന് പുറത്തിറക്കും. അതിവേഗ റെയിൽ പദ്ധതി പത്രികയിൽ ഇടം പിടിച്ചേക്കുമെന്നാണ് സൂചന. ശ്രീജിത്തുണ്ട് വിവരങ്ങളുമായി. ശ്രീജിത്ത്, എന്തായാലും ഇനി കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ 9 നാൾ മാത്രം ശേഷിക്കെ താരപ്രചാരകരെ അടക്കം കളത്തിലിറക്കി പ്രചരണം ശക്തമാക്കുക തന്നെയാണ് മുന്നണികൾ. എന്താണ് ഇനി ഓരോ മുന്നണികളുടെയും പ്രചാരണ രീതികൾ? വരും ദിവസങ്ങൾ എന്തെല്ലാമാണ് കാഴ്ചകൾ? കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രചരണം അവസാന ലാപ്പിലേക്ക് കടന്നിരിക്കുകയാണ്. ഇനി കൃത്യം 9 ദിവസം കഴിയുമ്പോൾ കേരളം പോളിംഗ് ബൂത്തിലെത്തുകയാണ്. എല്ലാ പാർട്ടികളും തങ്ങളുടെ അവസാനഘട്ട ആയുധങ്ങൾ പുറത്തെടുത്തുള്ള വലിയ പ്രചരണം തന്നെയാണ് കേരളത്തിലുടനീളം നടത്തുന്നത്. രാഹുൽ ഗാന്ധി, ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തുടർച്ചയായ 2ാം ദിവസവും കേരളത്തിലുണ്ട്. ഇന്ന് കണ്ണൂരിലും അതോടൊപ്പം തന്നെ കോഴിക്കോടുമായാണ് രാഹുൽ ഗാന്ധിയുടെ പരിപാടികൾ. അദ്ദേഹം 10 മണിയോടുകൂടി തന്നെ കണ്ണൂരിലെത്തും. അവിടെ പൊതുസമ്മേളനത്തിന് ശേഷമാണ് കോഴിക്കോട് ജില്ലയിലേക്ക് കടക്കുക. അവിടെയും ഇന്ന് അദ്ദേഹത്തിന് പൊതുസമ്മേളനവും റോഡ് ഷോയും അടക്കമുള്ള പ്രോഗ്രാമുകൾ അവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. പിന്നീട് നാം പരിശോധിക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പരിപാടികളാണ്. അദ്ദേഹം ഇന്ന് തലസ്ഥാന ജില്ലയിലാണ് ഉള്ളത്. തലസ്ഥാനത്ത് കൃത്യമായി തന്നെ ത്രികോണ മത്സരം നടക്കുന്ന ഒരു പ്രദേശമാണ്. ആ പ്രദേശത്ത് SDPI ബന്ധം, അതോടൊപ്പം തന്നെ നേമം, വട്ടൂർക്കാവ്, കഴക്കൂട്ടം അടക്കമുള്ള മണ്ഡലങ്ങളിൽ BJP തങ്ങൾക്ക് MLA നേടാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. അവിടെയെല്ലാം പിണറായി വിജയൻ്റെ പ്രതികരണം എന്താണ്? അതോടൊപ്പം തന്നെ നരേന്ദ്രമോദി പാലക്കാട് വന്നപ്പോൾ വലിയ രീതിയിൽ തന്നെ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. അതിന് എന്താണ് പിണറായി വിജയൻ്റെ മറുപടി എന്ന രീതിയിലുള്ള വലിയ രീതിയിലുള്ള കാത്തിരിപ്പ് തന്നെയാണ് CPM പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം. അതുപോലെ തന്നെയാണ് BJPയെ സംബന്ധിച്ചിടത്തോളം. BJPയുടെ ക്യാമ്പും വലിയ സജീവം തന്നെയാണ്. കോഴിക്കോട് ജില്ലയിൽ ഇന്ന് ഖുഷ്ബുവിൻ്റെ നേതൃത്വത്തിലുള്ള തമിഴ് നടിയായ ഖുഷ്ബുവിൻ്റെ നേതൃത്വത്തിൽ വലിയ പ്രചരണം നടക്കുന്നു. തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ ഇന്ന് 12 മണിയോടുകൂടി തന്നെ BJPയുടെ ദേശീയ അധ്യക്ഷനായ നവീൻ്റെ റോഡ് ഷോ ഉണ്ട്. അതിനുശേഷം അദ്ദേഹം പ്രകടന പത്രിക തിരുവനന്തപുരം ഇടപ്പഴിഞ്ഞിയിൽ പുറത്തിറക്കും. അങ്ങനെ 3 പാർട്ടികൾ സജീവമാണ്. നാളെയും നവീൻ കേരളത്തിലുണ്ട്. നാളെ എറണാകുളത്ത് കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് ഉണ്ട്. അങ്ങനെ 3 പാർട്ടികളും തങ്ങളുടെ താരപ്രചാരകരെ കേരളത്തിലെത്തിച്ച് ഓരോ വോട്ട് ഉറപ്പിക്കാനുള്ള അവസാന ഘട്ട തിരക്കിലാണ്. ത്രികോണ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ പല മണ്ഡലങ്ങളിലും കൃത്യമായി തന്നെ ത്രികോണ മത്സരങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. അതാണ് ഈ തെരഞ്ഞെടുപ്പിനെ വ്യത്യസ്തമാക്കുന്നത്. അതിവേഗം പ്രചരണം മുന്നോട്ട് പോകുന്നു. ഇനി മുൻകാലങ്ങളെ അപേക്ഷിച്ച് തെരഞ്ഞെടുപ്പിന് ഇനി കുറച്ച് ദിവസങ്ങളെ ബാക്കിയുള്ളൂ. സമയം ലഭിച്ചിട്ടില്ലെന്ന് 3 മുന്നണികളും ഒരേ സ്വരത്തിൽ പറയുന്നു. അതുകൊണ്ട് തന്നെ കിട്ടുന്ന സമയത്തിൽ പരമാവധി വോട്ടർമാരെ കണ്ട് തങ്ങളുടെ വോട്ട് ഉറപ്പിക്കുക എന്നതാണ് 3 മുന്നണികളും ലക്ഷ്യമിടുന്നത്. അതിനു വേണ്ടിയാണ് ഈ പ്രധാനപ്പെട്ട നേതാക്കളെ ഈ ഗ്രൗണ്ടിലിറക്കി വോട്ട് നേടാനുള്ള ശ്രമം ഇപ്പോൾ 3 പാർട്ടികളും നടപ്പിലാക്കുന്നത്. ശരി, എന്തായാലും ഇനി 9 നാൾ മാത്രമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ളത്. വടക്കൻ കേരളത്തിലടക്കം ആവേശ കൊടുമുടിയിലെത്തുകയാണ്. പ്രചാരകനായ രാഹുൽ ഗാന്ധി എത്തുന്നതോടെ പ്രചരണം കൂടുതൽ കൊഴുപ്പിക്കാൻ തന്നെയാണ് UDF-ന്റെ തീരുമാനം. അതുപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഇന്ന് തലസ്ഥാനത്തുണ്ട്. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്.